ഞങ്ങൾ ആദ്യം വഴക്കിട്ടാ പരിചയപ്പെട്ടത്. പുള്ളിയുടെ MG കോളേജിൽ നിന്ന് വന്ന പെൺപിള്ളേരെ ഞങ്ങൾ ആർട്സ് കോളേജിൽ നിന്നുള്ള ആൺപിള്ളേർ കമന്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്ന എന്നെയാ പുള്ളി കയറി പിടിച്ചത്. പുള്ളി റെസ്ലറാ. ഞാൻ പറഞ്ഞ അളിയ എന്നെ അങ്ങ് വിട്, ഞാൻ അല്ല പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛന് തുല്യൻ എൻ്റെ ചേട്ടൻ മാത്രം. രാധാകൃഷ്ണൻ സാറിന്റെ പാട്ടുകൾ, കമ്പോസ് ചെയ്ത പാട്ടുകൾ പാടുന്ന സമയത്ത് എങ്ങനെയാണത്? ചേട്ടനെ പേടിക്കണം നമ്മള്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തല്ല, പാടുന്ന സമയത്ത് ഓൺ സ്പോട്ടിൽ വഴക്കാവും. ഞാൻ പറയും ചേട്ടൻ ഇത് എന്തോന്ന് ചേട്ടാ, ചേട്ടൻ എന്നെ ഒരുമാതിരി 10 പേരുടെ മുമ്പിൽ കൊച്ചാക്കാനല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ചേട്ടൻ പറയും നീ പാടാ. മോഹൻലാൽ സമ്മതിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞു. വീണ്ടും അത് നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. അദ്ദേഹത്തിന് തിരക്കില്ലെങ്കിൽ അദ്ദേഹം പാട്ട് റെഡിയായി. അതൊരു നല്ലൊരു ജില്ല് പാട്ടാണ്. ഒരു പേര് എടുക്കാൻ വലിയ പ്രയാസമാണ്, കളയാൻ നിമിഷങ്ങളാണ്. പക്ഷെ കളയിക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കും. ഈ എത്ര നല്ല സെലിബ്രിറ്റി ആണെങ്കിൽ എന്തെങ്കിലും ഒരു പണി കൊണ്ട് തരും. സെർവൻ്റ് ഒരു മാങ്ങാണ്ടിയും കൂടെ എടുത്ത് കളഞ്ഞു. അതിന് 25,000 രൂപ എനിക്ക് പിഴ അടിച്ചത്. എന്തോ ആയിരുന്നു ചാനലിൽ. 4,00,000 രൂപ അങ്ങ് എനിക്ക് അടിച്ചിരിക്കുന്നു. ഞാൻ എന്നും കാണുന്ന ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനമേളയ്ക്ക് എന്ന് കഴിക്കുമ്പോൾ ബുക്ക് എടുത്തില്ല എന്നുള്ളത്. എന്നിട്ട് നാട്ടുകാർ ഓടിക്കുന്ന ഇതാണ് കാണുന്ന കാരണം. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. ഇതിനകത്ത് വേണമെങ്കിൽ എനിക്ക് ഒരുപാട് സംഗതി ഇടാം. പക്ഷെ ഇപ്പൊ അതല്ല ട്രെൻഡ്. അയ്യപ്പ ഭക്തി ഗാനങ്ങളിലേക്ക് വരുമ്പോ ഒരുപാട് ആളുകൾക്കൊപ്പം അല്ലെങ്കിൽ വരികൾക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരിയെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ സിനിമകളിലേക്കും കൂടി ആ ഭക്തിഗാനങ്ങൾ എത്തിക്കാൻ പറ്റും. ഇപ്പൊ പമ്പാഗണപതി, ഈ മച്ചകത്തമ്മയെ. അപ്പൊ ആ പാട്ട് ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ മച്ചകത്തമ്മ എന്നുള്ളത് ഞാൻ ആ അയ്യപ്പൻ പാട്ടെന്നുള്ള ഉദ്ദേശിച്ചിട്ടല്ല തിയേറ്ററിൽ പോകുന്നത്. സ്റ്റുഡിയോയില് നമ്മളെ വിളിക്കും. ഇപ്പം ജോൺസേട്ടൻ വിളിച്ചിട്ട് പറയേണ്ട നാളെ റെക്കോർഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഉണ്ട് വിൻസെന്റ്, വിളിച്ചിട്ട് പറയും ഇതുപോലെ നാളെ റെക്കോർഡിംഗ് ഉണ്ട്, നീ വരാൻ പറയും. അങ്ങനെ ഞാൻ ഇവിടുന്ന് മദ്രാസിൽ പോവും. മദ്രാസിൽ ചെന്ന് അവിടെ താമസിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ ഡയറക്ടർ ഉണ്ടല്ലോ സുരേഷിന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടാണ് ഈ ട്രിവാൻഡ്രത്ത് നിന്ന് എല്ലാവരും അവിടെ തന്നെയാണ്. നേരത്തെ കിടന്നു കഴിഞ്ഞാൽ അകത്ത് കയറി സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ ഹൗസ്ഫുൾ എന്ന് ബോർഡ് എഴുതി വെക്കും. പിന്നെ അവിടെ വിക്രമൻ എന്ന് പറഞ്ഞിട്ടൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കക്ഷിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ജോലി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ആൾക്കാർ വരിക, കഴിക്കുക, പോവുക. പിന്നെ അവിടെ ഒരു അനിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. ഈ അനിക്കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന സുരേഷ് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ സുരേഷ് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇടാൻ വെച്ചിരിക്കുന്ന ഒരു കസവ് മുണ്ടും ഒരു നല്ല ഷർട്ടും എടുത്ത് പെർഫ്യൂം ഒക്കെ അടിച്ചിട്ട് നമ്മുടെ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിൽ ജഗദീഷ് ശ്രീകുമാർ നിന്നിട്ടില്ല, ആരാ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടുത്തെ ഇതാണ് കാര്യക്കാരനാണ്. പക്ഷെ മുതലാളിയായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അവിടാണ് എല്ലാവരും താമസിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് താമസിക്കും ഞാനും. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യപ്പൻ പാട്ടാണോ, അടിപൊളി പാട്ടാണോ, കോമഡിയാണോ, അതോ മദ്യപിച്ചുകൊണ്ടുള്ള പാട്ടാണോ, എന്ത് ജോണറാണെന്നുള്ള അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മച്ചകത്തമ്മയിലേക്ക്. മച്ചകത്തമ്മയെ പമ്പാഗണപതിയുടെ കഥ എങ്ങനെയായിരിക്കും? പമ്പ സെയിം തന്നെയാണ്. ഇതുപോലെ നമ്മളെ നേരത്തെ വിദ്യാസാർ വിളിച്ച് പറയത്തില്ല ഇങ്ങനെ ഇതൊരു അയ്യപ്പൻ പാട്ടാണെന്നൊന്നും പറയത്തില്ല. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഉണ്ട് മുരുകൻ വിളിച്ചിട്ട് പറയും സാർ കലമിടുക സാർ, നാളേക്ക് റെക്കോർഡിങ് സാർ 2 o'clock. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്നു. ഇതുപോലെ തന്നെ സുരേഷിന്റെ അവിടെ താമസിക്കും. അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നു. ചിലപ്പോൾ പ്രൊഡക്ഷന്റെ കാർ വന്നാൽ അത് കിട്ടും, അല്ലെങ്കിൽ ഒരു ഓട്ടോയിൽ നേരെ വർഷമല്ലെങ്കിൽ വിദ്യാസാറിന്റെ സ്റ്റുഡിയോ അവിടെ ചെല്ലും. അപ്പോഴാണ് പാട്ട് എഴുതുന്നത്. അപ്പൊ ഗിരീഷ് ഒന്നും കാണില്ല. ഗിരീഷൊക്കെ നേരത്തെ തന്നെ എഴുതി കൊടുത്ത് ഫിക്സ് ചെയ്ത് ഡയറക്ടർ ട്യൂണും ഫിക്സ് ചെയ്ത് പാട്ടും റെക്കോർഡ് ചെയ്ത് കഴിയും. പിന്നെ നമ്മൾ പാടിയാൽ മതി. ഇപ്പോ MG രാധാകൃഷ്ണൻ സാറിന്റെ പാട്ടുകൾ, കമ്പോസ് ചെയ്ത പാട്ടുകൾ പാടുന്ന സമയത്ത് ഒരു ഏട്ടനോടുള്ള സ്നേഹം കൂടി അല്ലെങ്കിൽ ഏട്ടനോടുള്ള ഒരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണത്? എനിക്ക് ചേട്ടൻ്റെ അടുത്ത് പേടിയൊന്നുമില്ല, പക്ഷേ ചേട്ടനെ പേടിക്കണം നമ്മള്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തല്ല, പാടുന്ന സമയത്ത്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ചില ചെപ്പടി വിദ്യകൾ ലാസ്റ്റ് മൂമെന്റിലിടും. അത് ദൈവം തമ്പുരാന് പോലും പാടാൻ പറ്റാത്ത, അത് ഹിസ് ഓൺ സ്റ്റാമ്പിങ് ആണ്. അത് MGR
സ്റ്റാമ്പാണ്. അത് നമുക്ക് വലിയ പ്രയാസമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിള് സൂര്യകിരീടം. അത് ഞാൻ 70mm തിയേറ്ററിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്, പ്രസാദ്. അപ്പോൾ ഒരു പാട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെക്കോർഡ് ടേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് കയറി പിന്നെ നമ്മളങ്ങ് പാടുകയാണ്. അപ്പോൾ അതിനിടയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ടേക്ക് കഴിഞ്ഞിട്ട് 1 മോർ എന്ന് പറയും. അപ്പോൾ ആ അടുത്ത ടേക്കിന് വരുമ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ട് ഇവിടെ ആ സംഗതി ഇങ്ങനെ അങ്ങ് പാടിയവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പോകുന്നു. അപ്പം സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന്. അത് വീണുടഞ്ഞു എളുപ്പമാണ്, ഒരു സംഗതിയാണ്. നമ്മൾ സംഗതി നേരുന്ന ഒരു സംഗതിയാണ്. വീണുടഞ്ഞു അത് സംഗതി, വീണുടഞ്ഞു അത് സംഗതി പ്ലസ് ഭാവമാണ്. അത് പ്രയാസമാണ്. അതിനൊരു മീറ്ററിങ് ഉണ്ട്. വീണുടഞ്ഞു അത് വീണുടഞ്ഞു രാവിൻ ആ കറക്റ്റായിട്ട് വീട്ടിൽ വരും. അപ്പം വഴക്കാവും, ഓൺ സ്പോട്ടിൽ വഴക്കാവും. ഞാൻ പറയും ചേട്ടൻ ഇത് എന്തോന്ന് ചേട്ടാ, ചേട്ടൻ എന്നെ ഒരുമാതിരി 10 പേരുടെ മുമ്പിൽ കൊച്ചാക്കാനല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ചേട്ടൻ പറയും നീ പാടാന്ന്. അപ്പോൾ ചേട്ടനൊരു രസം, ഇവനൊന്ന് ബുദ്ധിമുട്ടട്ടെ അനിയനാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. അത്രയൊക്കെ ഉള്ളത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛന് തുല്യന് എൻ്റെ ചേട്ടൻ മാത്രമാണ്. ചേട്ടൻ്റെ പിന്നിൽ ഇരുന്ന് പാടിയതിൻ്റെ ഒരു ഗുണം മാത്രമാണ് ഇന്ന് ഞാൻ ശാസ്ത്രീയ സംഗീതം പാടുന്നതും സ്റ്റേജ് എക്സ്പീരിയൻസ്. പാട്ട് കിട്ടിയത് എൻ്റെ കുടുംബം, എല്ലാവരും പാട്ടുകാരാണ്. അപ്പം പക്ഷേ പാടാനുള്ള ഒരു എങ്ങനെ പാടണം, എങ്ങനെയാണ് ഓഡിയൻസിനെ നമ്മൾ കണ്ട് അവരുടെ ഇംഗിതം അനുസരിച്ച് പാടേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചു തന്ന എൻ്റെ ചേട്ടനാണ്. എത്രയോ വർഷം കേരളത്തിൻ്റെ എത്രയോ അമ്പലങ്ങളിൽ, അതിനൊക്കെ ഞാൻ പുണ്യവാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. മുക്കിലും മൂലയിലുള്ള അമ്പലങ്ങളിൽ ഏകദേശം 14 വർഷം ഞാൻ ഈ സീസൺ ആകുമ്പോൾ ചേട്ടനൊരു മിനിമം ഒരു 10, 15, 20 കച്ചേരിയാണ്. ആ കച്ചേരി എല്ലാം ഞാനും കൂടെ പോയി. ആദ്യം തമ്പുരു ഇടുമായിരുന്നു. തമ്പുരു ഇട്ടിട്ട് പിന്നെ ഞാൻ കൂടെ തമ്പുരു ഇട്ടുകൊണ്ട് കൂടെ സാ പിടിക്കാൻ പറയും. ഇപ്പം രാഗസുധാരസാന്നൊരു കീർത്തനം, അതിലിപ്പം രീ ദേ രേ നീന്ന് ചേട്ടനൊരു സംഗതി പാടുകയാണെങ്കിൽ ഞാൻ സാന്ന് പിടിച്ചോണ്ടേയിരിക്കണം. അപ്പൊ ചേട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ പാടും. അപ്പൊ അങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടും. അപ്പൊ ആദ്യം 5 രൂപയായിരുന്നു, പ്രൊമോഷൻ വന്നപ്പോ 10 ആയി. പക്ഷെ ഇതൊന്നും അല്ല. എനിക്ക് എൻ്റെ മെയിൻ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടിയിൽ പോകുന്നെന്ന് പറഞ്ഞാൽ KRV 4on4 എന്നൊരു കാറുണ്ട്. ആ കാറിൽ ഇത്രയും ആള് കൊള്ളുമെന്ന് നമ്മൾ പേടിച്ചു. അജന്ത സൗണ്ട്സ് എന്ന് പറഞ്ഞൊരു സൗണ്ട്സ് ഉണ്ട്. അതിന്റെ സൗണ്ട് സിസ്റ്റം മുഴുവൻ സുരൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അദ്ദേഹം എഞ്ചിനീയർ, സൗണ്ട് സിസ്റ്റം എഞ്ചിനീയർ. പിന്നെ ഞങ്ങൾ 3 പേര് ഫ്രണ്ടില്. ഞാൻ എങ്ങനെ ഇരിക്കുന്ന അന്ന് ഞാൻ എവിടേക്കോ കാല് പോവും, ഇങ്ങനെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നിടത്തെ തുറക്കത്തുള്ളൂ. പിന്നെ കൊല്ലത്ത് തുറക്കും. അങ്ങനെ ഒന്നുണ്ട്, കൊല്ലത്ത് തുറക്കണമെന്നുള്ളൊരു ഇതുണ്ട്. കാരണം അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു കടയുണ്ട്. അവിടെ അന്ന് നല്ല ചെറിയ ബെറോട്ടയും മട്ടൻ കറിയും കിട്ടും. അപ്പോൾ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ 5 രൂപ കൊടുത്താൽ മതിയില്ല. അന്ന് ഇതിന് 1 രൂപ 20 പൈസ എങ്ങാണ്ടേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു 1.5 രൂപയാവും, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയായിരുന്നു ഒരു രസകരമായിട്ടുള്ള യാത്ര. അപ്പം അങ്ങനെ ഈ വണ്ടിക്കകത്ത് പുറകിൽ കൃഷ്ണൻകുട്ടി സാറ്, പിന്നെ ചാലക്കുടി നാരായണസ്വാമി സാറ്, പിന്നെ TV വാസൻ, പിന്നെ വെങ്കുവേര് മൂർശങ്ക്. അപ്പൊ തന്നെ 4 ആയി. പിന്നെ എൻ്റെ ചേട്ടൻ 5 ആയി. പിന്നെ കോയിവിട ചെല്ലമ്പിള്ള സാറ് ഓച്ചറന്ന് കയറും. ഓച്ചറയാണെങ്കിൽ ഓച്ചറ, അല്ലെങ്കിൽ നമ്മുടെ കൊട്ടാരക്കരന്ന് കയറും അദ്ദേഹം. അപ്പൊ എത്ര ആയി ആള്? ഇവരുടെ സാധനങ്ങൾ, മൃദംഗം, ഘടം. ഈ ഘടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആരെങ്കിലും കൈ വെച്ച് കഴിഞ്ഞാൽ സങ്കടമായി പോകും, പൊട്ടിപ്പോവും. അത് കംപ്ലീറ്റ് പ്രശ്നം. അപ്പൊ ഇത്രയും ആൾക്കാരാണ് ഒരു പ്രോഗ്രാമിന് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഈ ആൾക്കാർക്കെല്ലാം അന്നേ ചേട്ടൻ്റെ ലളിതഗാനം കേൾക്കണം എന്നുള്ളതാണ് ഇൻട്രസ്റ്റ്. ഒരുപാട് പാട്ടുണ്ട്. ഓടക്കുഴല്, ഘനശ്യാമ സന്ധ്യാഹൃദയം,
മുത്തുകൊണ്ടെന്റെ മുറ നിറഞ്ഞു, പവിഴം കൊണ്ടെന്റെ പറ നിറഞ്ഞു. അത് പിന്നീട് പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ചക്കെട്ടും കെട്ടി പുറക്കളി കാണാൻ വന്നു മാരൻ പൂമാരൻ പുതുമാരൻ പുതുപുത്തൻ പൂമാരൻ. ഇത് അങ്ങനെയുള്ള കുറേ പാട്ടുകളുണ്ട്. പിന്നെ പൂക്കൈതയാറ്, രാമായണക്കിളി, രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടു എൻ്റെ രാഗവിലോലനെ കണ്ടു. അതൊക്കെ ക്ലാസിക്സ് ആണ്. ഞാൻ ഇന്നലെ പാടിയൊരു പാട്ടുണ്ട്, തൃച്ചംബരത്തിലെ തൃത്താപ്പൂകൾ നൃത്തം ചവിട്ടുന്ന രാത്രി എന്നൊരു പറഞ്ഞ പാട്ട് കൃഷ്ണനെ കുറിച്ച്. അങ്ങനെ കുറേ പാട്ടുകൾ. അപ്പൊ വന്നു കഴിഞ്ഞ ഉടനെ ആദ്യം ഗണപതിം പാടുമ്പോഴത്തേക്ക് പുറയുന്നു ലളിതഗാനം പാടണ്ടേ വിളിയും. അപ്പൊ ചേട്ടൻ പതുക്കെ കൃഷ്ണൻകുട്ടി സാറിൻ്റെ അടുത്തൊരു കണ്ണ് കാണിക്കും. സാറിനും അറിയാം. അപ്പൊ ഈ വാതാപി ഗണപതിം ഭജേ എന്നുള്ളത് വാതാപി ഗണപതിം ഭജേ അതങ്ങനെ പെട്ടെന്നാകുമ്പോഴത്തേ തക്കത്തിവി തക്കച്ചെണ്ണു തക്കത്തിവി തക്കച്ചെണ്ണു. അപ്പൊ എല്ലാം ഉണ്ടല്ലോ, മൂർശങ്ക ഘടം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ഒരു കൊഴുപ്പ് വരും, ഒരു ഓളം വരും. അപ്പൊ ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ, ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനോട് ഒരു അട്രാക്ഷൻ. ഈ അട്രാക്ഷൻ ഉണ്ടാക്കിയ രണ്ട് വ്യക്തികളാണ്, രണ്ട് ലെജൻസ് ആണ്. ഒന്ന് ദാസേട്ടൻ, ഒന്ന് എം ജി രാധാകൃഷ്ണൻ. കാരണം എം ജി രാധാകൃഷ്ണൻ ലളിതഗാനങ്ങളിലൂടെ ഫേമസ് ആയ ഒരു മനുഷ്യനാണ്. സിനിമാ പാട്ടും പാടിയിട്ടുണ്ട്, ഉത്തിഷ്ഠത ജാഗ്രത തുടങ്ങിയിട്ടുള്ളത്. ദാസേട്ടൻ പറയേണ്ട കാര്യമില്ല, ലെജൻഡറി മ്യൂസിക് പേഴ്സൺ, ദൈവം കൊടുത്ത ഒരു ശബ്ദവും. അപ്പൊ അദ്ദേഹം കച്ചേരിക്ക് വന്ന് പാടുമ്പോഴത്തേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ എന്തോ ജിപ്സിയോ ജെൻസി, ഈ ജെൻസികളെല്ലാം വരും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദാസേട്ടനല്ലേ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു അട്രാക്റ്റീവ്നെസ് കൊണ്ടുവന്ന കച്ചേരിയിലോട്ട് കൊണ്ടുവന്ന് അപ്പൊ ഓരോ സ്റ്റേജ് കണ്ട് പഠിക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പം ഞാൻ ഗാനമേളയ്ക്ക് പോകുമ്പം ആദ്യം മെലഡീസ് പാടി തുടങ്ങണോ, അതോ അടിപൊളിയാണോ അവർക്ക് ആവശ്യം, അതോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണോ എന്ന് ഒരു 3 പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഇനി മനസ്സിലാവും. അവരുടെ പൾസ്. അപ്പൊ നമ്മളെപ്പോഴും പെർഫോമേഴ്സാണ്. പെർഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവർക്ക് വേണ്ടി പാടുന്ന പെർഫോമർ. നമുക്ക് പൈസ തന്നിട്ട് നമ്മൾ പാടുകയാണ്. സോ ഓഡിയൻസിന് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ പാടാൻ നമ്മൾ പാടണം. യു ആർ ബൗണ്ട് ടു സിംഗ് ദാറ്റ് സോങ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഞാൻ ഇതേ പാടൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അന്നേ ബുദ്ധിമുട്ടാണ്, ഇപ്പം പറയുകയും വേണ്ട. ഇപ്പൊ ഈ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ പാടുക മാത്രമല്ല, അതിനൊപ്പം അഭിനയിക്കാൻ കൂടി തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ട്, ഒരു പോയിന്റിന് ശേഷം. അത് എന്റെ വേറൊരു വഴിത്തിരിവായിരുന്നു. അതായത് ഞാൻ ഈ KMG മ്യൂസിക്സ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിന് വരുമാനം കിട്ടും. കാരണം 20,000 CD കാസറ്റ് അങ്ങനെയൊക്കെ പൊക്കോണ്ടിരുന്ന സമയത്ത് സജിതൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, അങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ, MC ഓഡിയോസ് എന്ന് പറയും. അപ്പോൾ സജിതൻ ഇങ്ങനെ എന്നെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മിക്സ് SS ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മിക്സിങ് ആണ്. പുള്ളി അവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ പുറകെ എനിക്കൊരു 5 കോള് വന്നു. പേരൊന്നും പറയുന്നില്ല, വളരെ പ്രശസ്തരായിട്ടുള്ള ഓഡിയോ കമ്പനീസ്. അവരുടെ വിളിയാണ്, MG അണ്ണ ഇത് കൊടുക്കരുത്, അവൻ ഫ്രോഡാണ്, അവൻ എല്ലാവരുടെ പാട്ടുകൾ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്, ആനയാണ് പൂനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സൈത ഇത് നമ്മളിപ്പം ഞാൻ ഓൾറെഡി വേറൊരു കമ്പനിക്ക് കൊടുക്കാം എന്ന് ഏറ്റുപോയി. അന്ന് ഞാനിപ്പം KMG മ്യൂസിക്സിൽ പാടുമെങ്കിലും ചിലപ്പം ഒരു കോ ഷെയറിങ് പോലെ വേറൊരു കമ്പനിയും കൂടെ കൊടുക്കും. കാരണം നമുക്ക് ഈ മാർക്കറ്റിംഗ് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. KMG മ്യൂസിക് ആയിരിക്കും ബാനർ, പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ അതർ പേഴ്സൺസ് ആണ്. അതിനകത്ത് ചിലപ്പം കുറച്ച് പൈസ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ സജിതൻ വന്നു പറഞ്ഞപ്പോഴത്തേക്ക് സജിതന് കൊടുക്കണം ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ. ഇവർ പറഞ്ഞു ഒരിക്കലും കൊടുക്കരുത്, മറ്റാണ് മനസ്സിലാകുന്നത്. അപ്പം ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൈസയും തരത്തില്ല. നമ്മൾ ഈ പാട്ട് കാസറ്റിലാക്കി, അത് ടോമിൻ തച്ചിങ്ങിൻ്റെ ഒരു സ്റ്റുഡിയോയിൽ പ്രിന്റിങ് യൂണിറ്റ് ഉണ്ട്, അവിടെ ചെയ്ത് ലേബൽ ചെയ്ത് എല്ലാം ചെയ്ത് പാക്കറ്റിലാക്കി ഇവരുടെ കമ്പനിക്ക്, ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ എറണാകുളം, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, ഇതെല്ലാം ഡെസ്പാച്ച് ചെയ്ത്
ഇത് ഒരുവിധം പോയി കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ഓർഡർ വരും. ഇപ്പം ആദ്യം 20,000 പോയി, പിന്നെ ഒരു 10,000 റിപ്പീറ്റ് ഓർഡർ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഔട്ട്റേറ്റ് ആയിട്ട് എടുത്തോളാം. അപ്പോൾ അവിടുന്ന് പറയുന്ന ആർക്ക് കൊടുക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞു സൈത ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ ചെന്നപ്പം എൻ്റെ വൈഫ് ലേഖ പറഞ്ഞു, ഇവിടെ ഒരു ആൾ വന്നിട്ട്, ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു അമ്പലം പോലെ ഉണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത്, അവിടെ ഉണ്ട് ചെറുതായിട്ട്. ഇവിടെ വലിയ റൂം മൊത്തം ദൈവങ്ങളാണ്. അത് ലേഖയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അത് കിടാവിളക്കുണ്ട്. എന്നും ഞങ്ങൾ കൊച്ചിയിലാണെങ്കിലും ഇവിടെ 2 പേരെ നിർത്തിയിട്ടുണ്ട്, വീട് മെയിൻറ്റെയിൻ ചെയ്യാനും പൂജകളെല്ലാം നോക്കാനും. നോക്കിയപ്പോൾ ഇയാൾ 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് അവിടെ ഭഗവാന്റെ മുമ്പിൽ അയ്യപ്പൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട്, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട്, ജീസസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, അള്ളാഹു ഉണ്ട്, എല്ലാ ദൈവങ്ങളും എൻ്റെ പൂജാമുറിയിലുണ്ട്. അയ്യപ്പൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, എടീ ഇത് അയാൾ എവിടെ? അയാൾ പോയി. ഞാൻ അന്ന് ഈ ഫോൺ ചെയ്യുന്ന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ പ്രയാസം കിട്ടുന്നതൊക്കെ എന്ന് വെച്ചാൽ മറ്റേ BPL എന്ന് പറഞ്ഞ ഒരു മൊബൈലുണ്ട്. അത് ഇത്രയുണ്ട് ഒരു മൊബൈൽ. ഒരു വിളി ഇങ്ങോട്ട് വന്ന് എടുത്തു കഴിഞ്ഞാൽ 16 രൂപ, അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ 32 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ അങ്ങേർക്ക് ഫോണുണ്ടോ എന്ന് പറഞ്ഞൂടാ, പിടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അതെടുത്ത് അലമാരി വെച്ചേക്ക്, കാരണം വേറൊന്നുമല്ല, മഹാലക്ഷ്മി അല്ലേ, അതെടുത്ത് വെച്ചേര്, നമുക്ക് നോക്കാമെന്നു. അങ്ങനെ ഇത് മിക്സിങ് കഴിഞ്ഞ് ഫൈനലായി കഴിഞ്ഞപ്പോൾ ഇവൻ എങ്ങനെയോ അറിഞ്ഞിട്ട് പുള്ളി അവിടെ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് തരണം. അപ്പം ഞാൻ പറഞ്ഞു വൈകുന്നേരം വാ. എന്നിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് ഞാൻ വൈഫുമായിട്ട് സംസാരിച്ചാൽ പറഞ്ഞ്, അപ്പം പുള്ളിക്കാർ പറഞ്ഞു, ഇതിപ്പം അയാൾ എന്താണെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ പാട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇന്ന് വരെ ഈ 5 ലക്ഷം രൂപ ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടില്ല, കൂടിപ്പോയാൽ 2.5 അതിൻ്റെ മുകളിൽ, പിന്നെ ബാക്കി 50% അവർ പോകും, ഇത് നിങ്ങൾ എടുത്തോണ്ട് കൊടുക്ക്. അങ്ങനെ അത് കൊടുത്തത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അതിനകത്തൊക്കെ ഉള്ളതാണ് ഈ സാമവേദം. അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അന്ന് ഞാൻ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യാണ്. അപ്പോഴത്തെ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവിടുന്ന് ജയൻ ചെറുകുന്നെന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയാണ്, അദ്ദേഹം ഇത് ഷൂട്ട് ചെയ്ത് ഏഷ്യാനെറ്റിൽ ഞങ്ങൾ അത് അവരുടെ അയ്യപ്പൻ സീസണിൽ ഇടുന്നൊരു പാട്ടാക്കി. അങ്ങനെ ഇപ്പം അതിനുശേഷം ഞാൻ എൻ്റെ ഒരു മോർ ദാൻ 70% പാട്ടുകളും MC ഓഡീസിലാണ്, ഈ പറയുന്ന പാട്ടുകളെല്ലാം തന്നെ. അതിനുശേഷമാണ് ഈ ഡിജിറ്റൽ റൈറ്റ്സ് വന്നപ്പോഴാണ് ഞാൻ പതുക്കെ മാറിയിട്ട് വേറെ കമ്പനി ഫോം ചെയ്തത്, അത് MG മ്യൂസിക്സ് എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ആദ്യമൊക്കെ എസ് കുമാർ എന്നുള്ള പേരിൽ പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ തീരുമാനിച്ചേ? അത് എസ് കുമാർ എന്ന് പറയുമ്പോഴേ നമ്മുടെ എസ് കുമാർ എന്നുള്ളത് എനിക്ക് കൊച്ചിലെ തന്നെ, എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് ഈ മനസ്സിലിങ്ങനെ ഓരോ ട്യൂൺസൊക്കെ വരും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോഴത്തേക്ക് ഒരു പാടം കാണുമ്പോഴത്തേക്ക് ഇപ്പം അങ്ങനെയൊക്കെ വരും. അപ്പോൾ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് പാട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാട്ടൊക്കെ കൊള്ളാം. പക്ഷെ അന്ന് എനിക്ക് ഇഷ്ടംപോലെ സിനിമയിൽ അവസരങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം ഞാനിവിടെ MG ശ്രീകുമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ ഔസേപ്പച്ചനോ ജോൺസനോ അതുപോലെ തന്നെ വേറെ ആൾക്കാർ വിളിക്കുമോ എന്നുള്ളൊരു പേടി. അപ്പം എൻ്റെ അഡ്വൈസേഴ്സ് ആയിട്ടുള്ള 3 പേരാണ് ഞങ്ങൾ എപ്പോഴും കൂട്ടത്തിൽ സംസാരിക്കുന്നത്. അതിലൊന്ന് പ്രിയദർശനാണ്. പ്രിയദർശൻ, ഡെന്നിസ് ജോസഫ്, അങ്ങനെ എൻ്റെ ഏറ്റവും വളരെ കാര്യങ്ങളൊക്കെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു, എടാ നീ പേര് വെക്കണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ, ചിലപ്പോൾ ഇത് കയറി ഹിറ്റായി തോന്നിയാൽ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട വേറെ ആരെങ്കിലും വിളി എന്ന് പറഞ്ഞാലോ, ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് ഞാൻ എസ് കുമാർ എന്ന് വെച്ചത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പേടി മാറി. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ പാട്ടുകളായി, കാരണം ഇപ്പം എത്ര 43 വർഷം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് അത് ഞാൻ മാറ്റിയിട്ട് എൻ്റെ പേരിൽ തന്നെ ചെയ്യുന്നു. പിന്നെ സിനിമയും ചെയ്തല്ലോ. ഇപ്പൊ ലാലേട്ടനും MG സാറും കൂടിയിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ്. കാരണം ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ലാലേട്ടൻ പാടുന്നത് പോലെ ചില പാട്ടുകൾ നമുക്ക് തോന്നാറുണ്ട്. അത്രയും ഒരു ഇഴുകി ചേർന്നുകൊണ്ടാണ് ആ പാട്ടുകൾ എത്താറുള്ളത്. ഇപ്പൊ അയ്യപ്പ ഭക്തിഗാനങ്ങളിലും ലാലേട്ടനെ പരീക്ഷിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചു. അയ്യപ്പ തന്നനെ താടിപ്പാടി വരുന്നുണ്ട്, അതൊരു പാട്ട്. അത് വേണേ അതിന്റെ 2 വിഷ്വൽ ഒന്ന് കൊടുത്തരും. ഓ പിന്നെന്താ, തീർച്ചയായിട്ടും. അത് പാടിക്കുന്നതിന്റെ വിഷ്വല് ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്.
അദ്ദേഹം വളരെ ഈസി ആയിട്ട് അത് കൊല്ലത്ത് റാവിസ് ഹോട്ടലില്ലേ ആ, അവിടെ വെച്ച് പാടിയത്. പാടിയതാണ്. ഉം. എങ്ങനെയാണ് ലാലേട്ടനായിട്ടുള്ള ഒരു സിങ്ക് അതെങ്ങനെയാണ് വർക്ക് ആകാറുള്ളത്? അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യം വഴക്കിട്ടാ പരിചയപ്പെട്ടത്. ഓ, ഞങ്ങൾ ഈ റോസ്റ്റേയിൽ ആ, പുള്ളിയുടെ MG കോളേജിൽ നിന്ന് വന്ന പെൺപിള്ളേരെ ആ. ഞങ്ങൾ ആർട്സ് കോളേജിൽ നിന്നുള്ള ആൺപിള്ളേർ കമന്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്ന എന്നെയാ പുള്ളി കയറി പിടിച്ചത്. പുള്ളി റെസ്ലറാ. ഞാൻ പറഞ്ഞു അളിയ എന്നെ അങ്ങ് വിട്, ഞാൻ അല്ല പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു നമ്മൾ അറിയാമല്ലോ, ചിലരെ കാണുമ്പോൾ നമുക്ക് അവരൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് തോന്നും ഇവൻ ശരിയല്ല എന്ന് തോന്നും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരാളെ നമ്മൾ കാണുകയാണ്, നമുക്ക് ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. എല്ലാവർക്കും അങ്ങനെ. ഇപ്പം എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. ഫസ്റ്റ് ലുക്കിൽ നമുക്കൊരു ചെറിയൊരു ഇത് തോന്നും. പക്ഷെ പാവമായിരിക്കും. പക്ഷേ ചിലത് നമ്മൾ ആ ഒരു വാക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണമെന്ന് തോന്നും. അതാണ് എന്തോ ഒരു ഓറയാണ് അത്. ഒരു തീർച്ചയായിട്ടും. ഓറയാണ് അതപ്പം. അങ്ങനെ ലാലിനെ കണ്ടു. പിന്നെ ഇവിടെ ആണല്ലോ, ട്രിവാൻഡ്രമാണല്ലോ. പിന്നെ കൂടുതൽ പരിചയപ്പെട്ട് തിരുനോട്ടം. അന്ന് ഇവിടെ ഇവിടെ ഇവർക്ക് ആർക്കും ഒരു ജോലിയില്ലെന്ന്. വെറുതെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഇല്ലേ, ആ, ഇന്ത്യൻ കോഫി ഹൗസിൽ വന്ന് അവിടെ ഒരു കാപ്പി, ആ, അതായത് അന്ന് എനിക്ക് തോന്നുന്നു 20 പൈസ എങ്ങാണ്ടാണ് ഒരു കാപ്പി. കാപ്പി. ആ ഒരു അത് ധനികനായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ തടയ വാങ്ങിക്കും എന്ന് പറയും. എന്നിട്ട് ഒരു ഇതിൻ്റെ ചുറ്റും ഇരിക്കും. പ്രിയൻ കാണും, ലാല് കാണും, ഞാനുണ്ട്, സുരേഷുണ്ട്, പിന്നെ ശേഖർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ അശോകൻ, ഓ, കൂലി എന്ന് പറഞ്ഞ സിനിമ എടുത്ത് ആ, അശോകൻ. അങ്ങനെ കുറേ പേര് കാണും. കുറേ പേര് ഞാൻ ചുറ്റും ഇരിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഉം, കാരണം ഇരുന്നിട്ട് ഒരു കാപ്പി വാങ്ങി. ഉം. 2 മണിക്കൂറാണ്. അപ്പം മറ്റേ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ആ, ആളുണ്ടല്ലോ, ഇന്ത്യൻ അതെ. കോഫി ഹൗസ്. പുള്ളി വന്നിട്ട് പറയും, സാർ സീറ്റ് ഒന്ന് മാറി സാറെന്നല്ല, സീറ്റൊക്കെ ഒന്ന് മാറ്റി സാറെന്നില്ലെന്നൊക്കെ പറയാൻ പറ്റും. സീറ്റൊക്കെ ഒന്ന് മാറി തരണം, വേറെ ആൾക്കാർ വെയിറ്റിംഗ് ആണെന്ന് പറയും. അപ്പം നമ്മൾ ഒരു കാപ്പി കൂടെ. അപ്പം നമുക്ക് സമയം തേക്കണം. ഡിസ്കഷൻ സിനിമ മാത്രമാണ്. മാത്രം. പല സിനിമകൾ, അതിൻ്റെ ഇതും പുതിയ കഥയും. അങ്ങനെയാണ് നമ്മുടെ സുരേഷ് ഈ ഭ്രമം മൂത്ത് ഉം. വീട്ടിൽ നിന്ന് കുറേ കാശുമൊക്കെ ആയിട്ട് മദ്രാസിൽ പോയി. അവരുടെ ജീവിതമൊക്കെ സുരേഷിന് എല്ലാവരും കേട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട് വന്നിട്ടാണ് ഈ കൂലി എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നത്. അതിനകത്ത് എന്നെ കൊണ്ട് പാടിച്ചു. വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ നിൻഗാനങ്ങളിൽ ഞാനാണ് ആദിതാളം രാഗലോലെ എന്നാരാധികേ നീ ദിവ്യരോമാഞ്ചരഞ്ജിനി. ഈ പാട്ട് രവീന്ദ്ര മാഷാണ്. പിന്നെ ഒരു ഇന്ദ്രൻസ് ആണ് എഴുതിയത്. SFIയുടെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. ഇന്ദ്രൻസ് ആണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്. രവീന്ദ്ര മാഷ് ആ ഒരു ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ച് റെക്കോർഡ് ചെയ്ത് അതിനുശേഷം പിന്നെ എല്ലാ സിനിമയും ഇവിടെ ആയിരുന്നില്ല. സുരേഷിൻ്റെ എല്ലാ പടവും അതെ. ഓടരുതമ്മ, ആളറിയാം, പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി, പിന്നെന്താണ്, അങ്ങനെ കുറേ പടങ്ങൾ, ഹിംദരകിടതോ. ഇപ്പൊ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടായി അതെ, ഭക്തി. അതില് MG സാറിന്റെ ഫേവറേറ്റ് ഏതാണ്? ഏത് പാട്ടാണ് ഫേവററ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായത്. ഞാൻ 6-7 വർഷം വർക്ക് ചെയ്തത് ഇപ്പം ഫ്ലവേഴ്സിലാണ്, ഫ്ലവേഴ്സ്. കുട്ടികളുടെ ഓ, കൂട്ടത്തിൽ. ഇപ്പം ഞാൻ അവിടുന്ന് മാറി. ഉം. മാറിയിട്ടിപ്പം ഞാൻ അമൃത TVയിലാണ്. ആ, ഈ വരുന്ന 25-ാം തീയതി തൊട്ട് അമൃത TVയിലുണ്ട്. ഓ, നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് TVയിലോട്ടുള്ള യാത്ര 1.5 മണിക്കൂറുണ്ട്. ആ, ഈ 1.5 മണിക്കൂറിൽ എന്നെ വിളിക്കാൻ വരുന്ന ഒരു ഡ്രൈവർ, ഉം. അയാൾ അയ്യപ്പൻ പാട്ടിൻ്റെ വലിയ ഒരു ക്രേസിയസ്റ്റ് പേഴ്സണാണ്. അയാളൊരു പെൻഡ്രൈവിൽ എനിക്ക് തോന്നുന്നു ഒരു 500 പാട്ടെങ്കിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ കയറി കഴിഞ്ഞ ഉടനെ പുള്ളി ഒരൊറ്റ കുത്ത. അപ്പോൾ ഞാനിങ്ങനെ കേട്ട് ഈ 1 മണിക്കൂർ അയ്യപ്പൻ പാട്ട് കേട്ട് മനീട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഉം. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ആയിരിക്കും, ഓ ഭഗവാനെ ഇതൊക്കെ ഉഗ്രം പാട്ടുകൾ, മറന്നുപോയ പാട്ടുകൾ, ഉഗ്രം പാട്ടുകളാണല്ലോ, ഇത് കൊള്ളാമല്ലോ, അത് കൊള്ളാമല്ലോ, ഇത് കൊള്ളാമല്ലോ. അങ്ങനെ ഇത് കേട്ട് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ സെയിം പാട്ടുകളിൽ നിന്ന് തന്നെ കുറച്ച് നേരത്തെ ചോദിച്ചില്ലേ, ഡിഫറൻസ് ചോദിച്ചില്ലേ, അയ്യപ്പൻ പാട്ടും അതെ. സിനിമാ പാട്ടും, കുറച്ചൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഉഗ്രം സിനിമാ പാട്ടുകളായിട്ട് ചെയ്യാം. പക്ഷേ ഇന്ന് കാലഘട്ടം മാറി. നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ അതെ. സമയമാണ്. അവർക്ക് ഇത് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മതി, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. എങ്കിലും അവരിത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയമാണ്. തീർച്ചയായിട്ടും. അയ്യപ്പൻ പാട്ട്. അങ്ങനെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പാട്ടും പറയാൻ വയ്യ. പാടിയതെല്ലാം ഇഷ്ടമാണ്. പക്ഷെ അർത്ഥവത്തായിട്ടൊരു പാട്ട് എന്നുള്ള കണ്ണോളം കണ്ടതുപോലെ അത് എനിക്ക് വളരെയധികം
ഫീൽ ചെയ്ത ഒരു പാട്ടാണ്. അതിന്റെ രചനയാണ് അതിനകത്ത്. തീർച്ചയായും ഓരോ വരി ഇപ്പൊ നാവില്ലാതുള്ളവരും നാമം പാടുന്നു എന്ന് പാടുന്നു. പറയുമ്പോൾ അതിന്റെ വരികളൊക്കെ ഇപ്പം ഭയങ്കര ടച്ചിങ് ആണ്. കണ്ണോളം കണ്ടത് പോരാ, കാതോളം കേട്ടത് പോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി. പിന്നെ കണ്ണില്ലാതുള്ളവരും ഉണ്ട്, പിന്നെ കാലില്ലാതുള്ളവരും നീലിമല താണ്ടുന്നു. താണ്ടുന്നു. അപ്പൊ അതൊക്കെ പാടുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും നമ്മൾ എന്താണ്, നമുക്ക് എല്ലാം തന്നില്ലേ, കയ്യും കാലും ഒക്കെ ഉറപ്പായിട്ടും. തന്നില്ലേ ഭഗവാനെ. അപ്പോൾ നമുക്കുള്ളത് വെച്ച് നമ്മൾ സന്തോഷിക്കുക. കാരണം അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഗ്രീഡി ആവരുത്. നമുക്ക് ഒരുപാട് സമ്പത്ത് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം, ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് എന്തോ ചെയ്യാന്, ഒന്നും ചെയ്യാനില്ല. ഒരു ജന്മം, ശരി. ഈ ജന്മത്തിൽ നന്മകൾ ചെയ്ത് പോലീസ് കേസൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നല്ല ഒരു പേര് എടുക്കാൻ വലിയ പ്രയാസമാണ്. കളയാൻ നിമിഷങ്ങൾ മതി. പക്ഷെ കളയിക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കും. ഈ എത്ര നല്ല സെലിബ്രിറ്റി ആണെങ്കിൽ എന്തെങ്കിലും ഒരു പണി കൊണ്ട് തരും. അവർ എന്തെങ്കിലും എങ്ങനെയെങ്കിലും അവരെ കൊടുക്കണം എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് എൻ്റെ വീടിൻ്റെ എറണാകുളത്ത്, ഞാൻ വാട്ടർ ഫ്രണ്ടാണ്, ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് മാങ്ങ തറ വീണപ്പോൾ എൻ്റെ ഒരു സെർവൻ്റ് ഒരു മാങ്ങാണ്ടിയും കൂടെ എടുത്ത് കളഞ്ഞു. അതിന് 25,000 രൂപ എനിക്ക് പിഴ അടിച്ചു തന്നു. എന്തോ ആയിരുന്നു ചാനലിൽ, 4,00,000 രൂപ അങ്ങ് എനിക്ക് അടിച്ചിരിക്കുന്നു. പിന്നെ മാലിന്യം തള്ളി. ആ വീഡിയോ നോക്കിയാൽ അറിയാം. ഒരു പൊതി എൻ്റെ ഒരു സെർവൻ്റ് ഇങ്ങനെ എടുത്തിരുന്ന ഒരു വീഡിയോ. ഇത്ര പ്രൈം ടൈം ചർച്ചകളിലേക്ക് വരെ പോയ എന്തെല്ലാമാണ്. പക്ഷെ ഒരു ബോധവൽക്കരണമായി. കാരണം എം.പി. രാജേഷ് വിളിച്ചിട്ട് എന്നെ ഇപ്പം മാലിന്യമുക്ത കേരളത്തിന്റെ അംബാസഡർ ആക്കാമെന്നൊക്കെ പറഞ്ഞു. ഒന്നും ആക്കിയിട്ടില്ല. എങ്കിലും ഒരു എന്താണ്, ആൾക്കാർക്ക് മനസ്സിലായി എം.ജി. ശ്രീകുമാറിന് 25,000 അടിക്കാമെങ്കിൽ നമുക്ക് എന്തായിരിക്കും എന്നുള്ളൊരു കുറഞ്ഞു. കുറച്ച് കേരളത്തിലെ ഇതുപോലെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് കുറച്ച് ബെറ്ററായി. പോട്ടെ, എന്നാ കഴിയുന്നത് ഞാൻ ചെയ്തല്ലോ. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ മലയ്ക്ക് പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പാട്ട് വരാറുണ്ട്. അപ്പൊ എം.ജി. സാറ് അന്ന് തുടക്കത്തിൽ എനിക്ക് പോകുമ്പോഴത്തേക്ക് ദാസേട്ടൻ്റെ ഒരു പാട്ടുണ്ട്. ഗംഗയാറു പിറക്കുന്നു ശബരിമലയിൽ, നാരിനാരി തിരരാനു ഹിമവൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. അത് ഒരു പാട്ട് എന്നെ തുടക്കത്തിൽ, അത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാത്ത സമയത്ത് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അലകൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പാട്ടാണ് മറ്റേ കോളാമ്പയിലൂടെ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കേൾക്കുമ്പോഴേ അതിങ്ങനെ എക്കോ പോലെ ഇങ്ങനെ മലയല്ലേ, പമ്പയാറ് പിറക്കുന്നു ശബരിമലയിൽ, ഇങ്ങനെ കേൾക്കും. അതുപോലെ പള്ളിക്കെട്ട്, അതൊക്കെ എന്നെ ആകർഷിച്ച പാട്ടുകളാണ്. എം.ജി. സാറിന്റെ തന്നെ ഉള്ളിലേക്ക് വരുന്ന പാട്ട് ഏതായിരിക്കും? ഒരുപാട് പാട്ടുണ്ട്. എനിക്കിപ്പോ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടുന്നില്ല. പിന്നെ കണ്ടമാനം പാട്ടാണ്, ഒരുപാടുണ്ട്. കാരണം ഇപ്പൊ ഒരു 10-12 ആയിരുന്നെങ്കിൽ എനിക്ക് ഓർത്ത് പറയാം. ഇത് അങ്ങനല്ല. കാരണം ഒരു വർഷം തന്നെ ഞാൻ 20 പാട്ടുണ്ട്. അങ്ങനെ എത്ര വർഷം? എല്ലാ വർഷവും വൃശ്ചികമാകുമ്പോഴേക്കും എല്ലാവരും കാത്തിരിപ്പിലാണ് ആ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഓരോ റീൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ പാട്ട് കൊള്ളാമല്ലോ, അവരിറക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ ഇറക്കി അത് തന്നെ 10 പേര് ഇറക്കും. ഇപ്പൊ നമ്മൾ ഈ പാട്ടിന്റെ തുടക്കം അല്ലാതെ ഇപ്പൊ അനുപല്ലവിയിൽ നിന്നൊക്കെ പാട്ടുകൾ പാടി തുടങ്ങുന്ന ട്രെൻഡ് ഉണ്ട്. വേറെ ഏതൊക്കെയോ പാട്ട് ഞാൻ കേട്ടു. എനിക്ക് അത്രയ്ക്ക് ഇതില്ല. പക്ഷെ എല്ലാം ഫെമിലിയർ ആണ്. ട്യൂണെല്ലാം അറിയാം, വരിയൊന്നും ഓർമ്മയില്ല. ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരാണ്, ഒരു രക്ഷയില്ല. കാരണം എല്ലാം കാണാതെ പാടും. ഞാൻ എന്നും കാണുന്ന ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനമേളയ്ക്ക് എന്ന് ഇരിക്കുമ്പോൾ ബുക്ക് എടുത്തില്ല എന്നുള്ളതാണ്. എന്നിട്ട് നാട്ടുകാർ ഓടിക്കുന്നത് ഇതാണ് കാണുന്ന. കാരണം ബുക്ക് എടുക്കാതെ പോയിക്കും. ഈ കണ്ണീർ പൂവിന്റെ പോലും ആയ, അല്ലെങ്കിൽ ഏത് പാട്ടാണെങ്കിലും ഇപ്പം എത്രയോ പാട്ടുണ്ട്. കണ്ടു ഞാൻ മിഴികളിൽ, ഇത് തന്നെ എനിക്കറിയാം പാട്ട്. പക്ഷെ ഫ്രണ്ടിൽ ആ പേപ്പർ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പാടാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അതിന് സമ്മതിച്ചു കൊടുക്കണം. കാരണം അവർക്കൊന്നും വേണ്ട, ചുമ്മാ ഒരു ബാഗ് എടുത്തങ്ങ് പോയാൽ മതി. എത്ര പാട്ട് വേണേ പാടും. മിടുക്കന്മാരാണെന്ന് ഇപ്പം വരുന്ന. പണ്ടൊക്കെ നമുക്ക് ഇത്രയും പാട്ടുകാരുണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇനിയിപ്പോൾ അവരുടെ കാലമാണ്. വരട്ടെ. കാരണം ഓരോ പിള്ളേർ പാടുന്ന കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോ. പിന്നെ ഇപ്പൊ ഞാൻ ഫ്ലവേഴ്സിൽ നിന്ന് മാറി അമൃതയിലായി. അമൃതയെ പാടുന്ന സീനിയേഴ്സാണ്. അവര് പോലും എത്ര ഉഗ്രനായിട്ടാണ് പാടുന്നത്, അസാധ്യമായിട്ട് പാടുന്നത്.
അവരും ഇതുപോലെ സീനിയേഴ്സ് ആണെങ്കിൽ പോലും ബുക്കില്ല. Okay. അതൊരു വലിയൊരു കാര്യം. അതും ചില പാട്ടുകൾ ഇപ്പം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി, ഇതൊക്കെ എങ്ങനെയാ പാടുന്നത്? അതൊരു ചലഞ്ചായിട്ട് തന്നെ ട്രെൻഡിങ് പിന്നല്ല. ആവുന്നുണ്ട് ആ എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് കാണാതെ പാടുക, അത് കറക്റ്റ് ശ്രുതിയിലാകുക, കറക്റ്റ് താളത്തിൽ പോവുക, കറക്റ്റ് നോട്ട്സ് നൊട്ടേഷൻസ് വരിക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇപ്പോ മലയാളികൾക്ക് പ്രണയത്തിനാണെങ്കിലും വിരഹത്തിനാണെങ്കിലും ആഘോഷത്തിനാണെങ്കിലും ഭക്തിക്കാണെങ്കിലും MG ശ്രീകുമാറിന്റെ പാട്ടുകളുണ്ട്. അത് തരുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഓരോ പാട്ട് പാടുമ്പോഴും. തീർച്ചയായും അത് കുറച്ച് അധികം വലുതല്ലേ? വലുതാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ വളരെ ശ്രദ്ധിച്ച്, കാരണം ഇപ്പം ഓരോ പാട്ട് പാടുമ്പോഴും ഇപ്പം തന്നെ തുടരുമിലെ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, ഇതിനകത്ത് വേണമെങ്കിൽ എനിക്ക് ഒരുപാട് സംഗതി ഇടാം. പക്ഷെ ഇപ്പം അതല്ല ട്രെൻഡ്. അപ്പം ആ ട്രെൻഡ് നോക്കി എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് പാട്ട് പോകുന്നത്. അതിനുശേഷം ഇപ്പം ഞാൻ ഒരുപാട് പടത്തിൽ പാടി. ഇപ്പം ശങ്കറില്ലേ പഴയ നടൻ, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത് വെള്ളിക്കൊലുസോടെ. ശങ്കർ ഒരു സിനിമ എടുക്കുന്നു, അതിനകത്ത് ഞാനിപ്പോൾ ഒരു പാട്ട് പാടി. ഉക്കരൻ സോങ് കേട്ടോ, ബ്യൂട്ടിഫുൾ. അതൊരു വിവേക് എന്ന് പറഞ്ഞൊരു സംഗീത സംവിധായകൻ, പുതിയ ആള്. തരരരാ തരര താര താരിരി സജലമീ മിഴികൾ വാർന്നതെന്തിനു, ഒരു നല്ല മെലഡി. പിന്നെ സ്റ്റീഫൻ ദേവസിക്ക് വേണ്ടിയിട്ട് ആഘോഷം എന്നൊരു സിനിമ, അത് പാടി. പിന്നെ ഏതാ പാടിയത്? ബബ്ബബ്ബ. ആ ദിലീപും മോഹൻലാലും കൂടെ ഉള്ളൊരു സീൻ, അത് നമ്മുടെ ഷാൻ റഹ്മാൻ അദ്ദേഹത്തിന്റെ പാടി. പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ ഒരുപാട്. അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് ഏത് പാട്ട് പാടുമ്പോഴായിരിക്കും? സമീപ അപൂർവ സായന, അത് ഞങ്ങളത് കഷ്ടപ്പെട്ടു. കാരണം അത് ഏകദേശം ഏറ്റവും കൂടുതൽ സമയം എടുത്തിരുന്നത് VGP സ്റ്റുഡിയോയിൽ മദ്രാസിൽ 6 മണിക്കൂർ എടുത്തത്. 6 മണിക്കൂർ. ഓക്കെ, എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. എന്നാലും മറ്റൊരു സന്ദർഭത്തിലാവട്ടെ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന്, അല്ലെങ്കിൽ ഓരോ വൃശ്ചികകാലവും കുറച്ചും കൂടി അധികം മനോഹരമാക്കുന്നതിന്. എല്ലാ അയ്യപ്പന്റെ ഇതിപ്പം നമുക്ക് ഒരു പാട്ടല്ലേ ഇറക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മോഹൻലാൽ സമ്മതിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടി തരാമെന്ന് പറഞ്ഞിട്ട്. വീണ്ടും അത് നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. ചിലപ്പോൾ അതൊരു ഡിസംബർ 15-ാം തീയതിയൊക്കെ, അദ്ദേഹത്തിന് തിരക്കില്ലെങ്കിൽ അദ്ദേഹം പാടി. പാട്ട് റെഡിയായി. അതൊരു നല്ലൊരു ജില്ല് പാട്ടാണ്. അപ്പൊ അത് അയ്യപ്പൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാടും. പിന്നെ ഇപ്പം ദൃശ്യം വരുന്നുണ്ട്, പിന്നെയും കുറെ പടങ്ങളുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല എന്നുള്ളേ ഉള്ളൂ. പിന്നെ എന്തായാലും ആ പാട്ട് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം. അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ പ്രപഞ്ച ശക്തിയെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നേച്ചറിനുണ്ടാവും. നേച്ചർ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഇരിക്കുന്ന എവിടാണ് അല്ലേ? എത്രയോ മുകളിൽ ശബരിമല വാസൻ. അപ്പോൾ എല്ലാത്തിൻ്റെയും മുകളിലാണ് അദ്ദേഹം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ചെയ്ത പാപങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി തേങ്ങ അടിച്ചും കർപ്പൂര ഒഴിഞ്ഞും ഒക്കെ കളയുക പറ്റുന്നത്. അല്ലാത്തൊരു ഇപ്പോൾ ഡോളി സിസ്റ്റം ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ ഞാൻ അറിഞ്ഞത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് കുറച്ച് ആൾക്കാർ ഈ കേബിൾ സ്റ്റാർ, ഇനിയിപ്പം ലോകം അങ്ങോട്ട് പോവല്ലേ. അപ്പം വളർച്ചയുടെ പാതയിൽ തീർച്ചയായിട്ടും ഇനിയിപ്പം അയ്യപ്പനെ കാണുന്നൊക്കെ വളരെ ഈസി ആയിട്ട് വരുന്നൊരു കാലം വരും. അല്ലെ അയ്യപ്പൻ ഉണ്ടാക്കും, നീ എന്നെ വന്ന് കാണണം. ആരാണ് അയ്യപ്പൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട്. ആരാണ് അയ്യപ്പൻ? അപ്പോ അത്തരത്തിൽ എല്ലാ അയ്യപ്പന്റെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. 18-ാം പടിയെ കുറിച്ച് പാടിയിട്ടുണ്ട്. പൂങ്കെട്ട് അത് ഭയങ്കര ഓളം ഉണ്ടാക്കുന്ന ഒരുപാട് പാട്ടുകൾ. അല്ല, അയ്യപ്പൻ പാട്ടുകളിൽ ഞാൻ കൂടുതലും ചേരിക്കുന്നത് ഒരു 10 പാട്ടുണ്ടെങ്കിൽ അത് ഒരു 7 പാട്ടും ഫാസ്റ്റ് ആയിരിക്കും. 3 പാട്ടേ ഉള്ളൂ ഈ കണ്ണോളം കണ്ടതുപോലെ, അല്ലെങ്കിൽ കണ്ണാടി ചില്ലോലും കണിപമ്പ, അതൊക്കെ അങ്ങനത്തെ പാട്ടുകൾ. ഇപ്പൊ സാർ ഒരുപാട് റീലുകളിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് സാറിന്റെ പാട്ടുകളുടെ വരികൾ സാറിന് കേൾക്കാൻ പറ്റും. അപ്പൊ അത് കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഇതിന്റെ ഒരുപാട് കവറുകൾ ഇപ്പൊ പാടുന്നുണ്ട്, എങ്ങനെയുണ്ട് അതൊക്കെ? ഇപ്പോ FBയും ഇൻസ്റ്റയും തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തിനും ഏതിനും
അയ്യപ്പൻ പാട്ടിൻ്റെ ഒരു ഇതാണ്. അപ്പം അത് അതിനകത്ത് മുഴുവൻ ഓൾമോസ്റ്റ് 99% എൻ്റെ പാട്ടുകളാണ് നമ്മുടെ ന്യൂജെന്നും അതുപോലെ അതെ തന്നെ സീനിയേഴ്സ് സീനിയേഴ്സ് എടുക്കുന്നതും പ്ലേ ചെയ്യുന്നതും പല സ്റ്റോറീസായിട്ട് ഇടുന്നതും. അത് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് സാഷ്ടാംഗ നമസ്കാരം പറയുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, 1,000,000 നമസ്കാരം നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക്, അല്ലെ സംഗീത ആസ്വാദകർക്ക്. കാരണം ഒരു കലാകാരന് കിട്ടേണ്ടതിൻ്റെ ഏറ്റവും മാക്സിമമാണ് നിങ്ങൾ എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ഈ പാട്ടുകളൊക്കെ ഇടുന്നത് വെറുതെ അല്ലല്ലോ. നിങ്ങളുടെ ആ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ സ്നേഹമല്ലേ. അതിന് എനിക്ക് വാക്കുകളില്ല. അങ്ങനെ ഒരെണ്ണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹമാണ്. അത് ഒരുപക്ഷെ എന്നെ ഇഷ്ടപ്പെടാത്തവരും എന്നെ സ്നേഹിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരിക്കലും അവർ മനഃപൂർവ്വം അല്ല ഇഷ്ടപ്പെടാതിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് കാണും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സെൽഫി എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ തിരക്കിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് നന്ദി. നന്ദി പറഞ്ഞാൽ തീരില്ല. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടത് എന്ന വാക്കാണ്. താങ്ക് യു സോ മച്ച്. കാരണം എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും. ഇപ്പൊ ഈ പാട്ടുകൾ നമുക്കറിയാം, ഇന്നത്തെ തലമുറ കുറച്ചും കൂടിയും യോയോ അതെ മൂഡിലേക്ക് അതെ പോകുന്ന ആളുകളാണ്. അല്ല, അവരും ഇത് തന്നെ. അതെ, അപ്പൊ അവരിലേക്ക് കുറച്ചെങ്കിലും ഭക്തി എന്ന് പറയുന്ന ഒരു വികാരത്തെ എത്തിക്കാൻ സാറിന്റെ പാട്ടുകൾക്ക് വലിയ രീതിയിൽ സാധിക്കുന്നുണ്ട്. അതെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. അതൊക്കെ സംഭവിക്കുന്നതാണ്. അയ്യപ്പന്റെ അനുഗ്രഹമാണ്. ബാക്കി മാത്രമല്ല, എന്നെ അവർക്ക് തോന്നിക്കുന്നതല്ലേ, ആ അതെ കുട്ടികൾക്ക് തോന്നിക്കുന്നതല്ലേ. അപ്പൊ അങ്ങനൊരു പുതുതലമുറ നമ്മുടെ ഭാരതത്തിനുണ്ടാകട്ടെ. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് മാറട്ടെ. അത് അയ്യപ്പൻ സാക്ഷ്യം വഹിക്കട്ടെ. കാരണം അയ്യപ്പനെ കാണാൻ വരുന്ന കേരളത്തിലുള്ള ആൾക്കാരല്ല. എനിക്കറിയാവുന്നതിൽ ഏറ്റവും കൂടുതൽ വ്രതം എടുത്തു വരുന്നത് തമിഴ്നാട്, ആന്ധ്ര, ആന്ധ്ര തെലുങ്ക്, അതുപോലെ അവിടെ നിന്നാണ്. അതായത് ഞാൻ പാട്ട് പാടാൻ പോകുമ്പോൾ മദ്രാസിൽ എല്ലാവരും കറുപ്പും ഇട്ട് മാല അണിഞ്ഞിട്ട് ചെരുപ്പ് പോലും ഇടത്തില്ല. അവരാ 41 ദിവസം ഭയങ്കര ഡെഡിക്കേഷനാണ്. എന്നെ കൊണ്ട് പോലും പറ്റില്ല. ഞാൻ ചെരുപ്പിടും എന്ന് വെച്ചാൽ നോൺ വെജിറ്റേറിയൻ കഴിക്കത്തില്ല. പക്ഷേ ഏക ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുപ്പും ഡ്രസ്സ് മാത്രമല്ല ഇടില്ല. മാല, ഭയങ്കരമായിട്ടുള്ള മാല. എന്നും കാലത്ത് വെളുപ്പിലും രാത്രിയിലും അയ്യപ്പൻ കൂലി പോവും. വെജിറ്റേറിയൻ എന്ന് ഭയങ്കര ത്യാഗവും പുണ്യവും അവർക്ക് കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്. തമിഴ്, തെലുഗു അവരെല്ലാം. മലയാളികളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ക്രൗഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാരണം മൊത്തം അവരെ കൊണ്ട് നിറഞ്ഞു. കാരണം ഇത്തവണ അൺകൺട്രോളബിൾ ആയിരുന്നു. ഈ ഭക്തരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ അമ്മമാർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു മകനെ പോലെ ആയിരിക്കും സാർ. അപ്പൊ അവരൊക്കെ വന്ന് സംസാരിക്കാറുണ്ടോ? എന്തൊക്കെ പറയാറ്? അയ്യോ, അതിപ്പം ഗുരുവായൂർ, ഞാനിപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ പോകും. പിന്നെ അവിടെ പല അമ്പലങ്ങളിലും ഞാൻ പോകും. ഒരുപാട് അമ്പലത്തിൽ പോകും. ഞാൻ അതെന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ വൈഫാണ് കേട്ടോ. ക്രെഡിറ്റ്സ് അങ്ങോട്ടാണ് പോകുന്നത്. കാരണം പോകുമ്പോൾ എല്ലാം ഈ അമ്മമാർ ഓടി വന്ന് പിടിച്ചിട്ട് അത് അവർക്ക് തോന്നുന്ന അവരുടെ മോനാണെന്നുള്ള രീതിയിൽ അവർ കെട്ടി അങ്ങ് പിടിക്കും. അവർ ഫോട്ടോ എടുക്കാനൊന്നുമല്ല. അല്ല, അവർക്കൊന്ന് പിടിച്ചിട്ട് മക്കളെ എന്തുകൊണ്ട് ആ പാട്ട് ഈ പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പാടുന്നതാണോ? അല്ല, ഇത് ഇങ്ങനെ ഹിറ്റാവും. അല്ലെ അതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ. ജനം ടിവിക്കും ജനം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് ഈ മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സാ പ്രാർത്ഥിക്കുന്നു. നന്ദി.